ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ കാണാം: ബ്ലെസ്ഡ് ആർ ദ പീസ് മേക്കേഴ്സ്, ഫോർ ദേ ഷാൾ ബി കോൾഡ് ചിൽഡ്രൻ ഓഫ് ഗാഡ്. സമാധാനമുണ്ടാക്കുന്നവർ അനുഗ്രഹീതർ, അവരത്രേ ദൈവത്തിൻ്റെ മക്കൾ. ഈ ബൈബിൾ വാക്യം ഓർക്കാൻ കാരണം സെൻറ് റീത്താസ് സ്കൂളിലെ ഡിസ്പ്യൂട്ട് ഇന്നലെ ഹൈക്കോടതിയിലെത്തിയപ്പോൾ ആ വിദ്യാർത്ഥിനിയുടെ പിതാവ് കോടതിയിൽ സ്വീകരിച്ച നിലപാട് ശ്ലാഘനീയമാണ്. വേദനയുണ്ടെങ്കിലും പ്രശ്നം വഷളാക്കരുത് എന്നുള്ളതുകൊണ്ട് ചോദ്യം ബാക്കിയാക്കി സ്കൂൾ മാറുകയാണെന്ന് പിതാവ് കോടതിയെ അറിയിച്ചു. TC വാങ്ങാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇടക്കാല ഉത്തരവിന് പ്രസക്തിയില്ലെന്ന വിദ്യാർത്ഥിനിയുടെ അഭിഭാഷകന്റെ വാദം കോടതി അംഗീകരിച്ചു. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് അനുസൃതമായി സമൂഹത്തിൽ ഐക്യം ഉയർത്തുന്ന നിലപാടിനെ കോടതി അഭിനന്ദിച്ചു. തങ്ങളുടെ അവകാശം ധ്വംസിക്കപ്പെടുമ്പോഴും സമാധാനമുണ്ടാവട്ടെ എന്ന് ചിന്തിച്ച ആ രക്ഷിതാവിൻ്റെയും വിദ്യാർത്ഥിനിയുടെയും നിലപാട് കാണുമ്പോഴാണ് ബൈബിളിലെ ഈ വാക്യം ഓർത്തുപോയത്. ലിയോ ടോൾസ്റ്റോയ് തൻ്റെ പ്രഖ്യാതമായ അന്ന കരെനിനയിൽ ഈ ബൈബിൾ വാക്യം ഉദ്ധരിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ ഗസയിലെ സീസ് ഫയറിനെ പറ്റിയുള്ള അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോഴും ബൈബിളിലെ ഈ വാക്യം ഉദ്ധരിച്ചിരുന്നു: ബ്ലെസ്ഡ് ആർ ദ പീസ് മേക്കേഴ്സ്. വിദ്യാർത്ഥിനിയുടെ അവകാശം നിഷേധിക്കുകയും ശിരോവസ്ത്രം അഴിച്ചുവെപ്പിക്കുകയും കുട്ടിയെ പുറത്താക്കുകയും വർഗീയമായ വിളവെടുപ്പിന് അവസരം ഒരുക്കുകയും ചെയ്ത ഈ പ്രസിഡന്റും മാനേജ്മെൻറ്റും പ്രിൻസിപ്പളും സ്വീകരിച്ച നിലപാട് കേരളത്തിൻ്റെ മുമ്പിലുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ചോദിക്കുന്നു: ആരാണ് ദൈവത്തിൻ്റെ മക്കൾ? ഭരണഘടനാവകാശങ്ങളുടെ ലംഘനം നടന്നതുകൊണ്ടാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും കുട്ടിയുടെ മൗലികാവകാശം നിഷേധിക്കപ്പെട്ടതായും വിദ്യാഭ്യാസ വകുപ്പ് കോടതിയിൽ അറിയിച്ചു. ആരാണ് ഈ വിഷയത്തിൽ വിജയിച്ചതെന്ന് സോഷ്യൽ മീഡിയയിൽ ചോദ്യമുയരുന്നു. തീർച്ചയായും വിജയിച്ചത് സ്കൂളാണ്, സ്കൂൾ അധികൃതരാണ്, മാനേജ്മെൻറ്റാണ്, PTA പ്രസിഡൻ്റാണ്. അവരാണ് ഈ വിഷയത്തിൽ വിജയിച്ചിരിക്കുന്നത്. ആരാണ് തോറ്റത് എന്ന ചോദ്യത്തിന് ഉത്തരം ഒരു വിദ്യാർത്ഥിനിയാണ്. 13 വയസ്സുകാരിയാണ് തോറ്റുപോയത്. ഇന്ത്യൻ ഭരണഘടനയാണ് തോറ്റുപോയത്, ജനാധിപത്യമാണ് തോറ്റുപോയത്, മൗലികാവകാശമാണ് തോറ്റുപോയത്, വിശ്വാസ സ്വാതന്ത്ര്യമാണ് തോറ്റുപോയത്. ഇതൊക്കെ ഇവിടെ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിജയത്തിൻ്റെ അവകാശികൾ PTA പ്രസിഡന്റും പ്രിൻസിപ്പളും സ്കൂൾ മാനേജ്മെൻറ്റുമാണ്. അക്കാര്യത്തിൽ ആരും തർക്കിക്കേണ്ടതില്ല. തോറ്റുപോയ ആളും ചേർന്നതാണ് ജനാധിപത്യം എന്ന് ഓർക്കുന്നത് നന്ന്. കുട്ടിയെ പുറത്ത് നിർത്തുന്നതിൽ, സംഘർഷം സൃഷ്ടിക്കുന്നതിൽ, തീവ്രവാദികളായി ചിത്രീകരിക്കുന്നതിൽ, അതുപയോഗിച്ച് മതസൗഹാർദ്ദം തകർക്കുന്നതിൽ, വിഭാഗീയത പടർത്തുന്നതിൽ, കേരളത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിൽ, ദ്വേഷപ്രചാരണം ആളിക്കത്തിക്കുന്നതിൽ, കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ മുറിപ്പെടുത്തുന്നതിൽ, ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ വിഭജിക്കുന്നതിൽ, വെറുപ്പിൻ്റെ ആശയങ്ങൾ നിർലജ്ജം മാധ്യമങ്ങളോട് പറയുന്നതിൽ സ്കൂൾ അധികൃതർ, PTA മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പൽ വിജയിച്ചിരിക്കുന്നു. മതേതരത്വം തോറ്റിരിക്കുന്നു. ഒരു കഥ പറയാം. ഒരു പാവപ്പെട്ട മനുഷ്യൻ കാത്തലിക് ചർച്ചിൻ്റെ മുമ്പിൽ എല്ലാ ദിവസവും പ്രവേശനം കാത്തു കഴിയും. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ചർച്ചിൻ്റെ അകത്ത് പ്രവേശിക്കണം. സഭാധികാരികൾ അദ്ദേഹത്തെ പുറത്തു നിർത്തി. ചർച്ചിൻ്റെ അകത്ത് പോയി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു. പാവപ്പെട്ട മനുഷ്യൻ ദിവസങ്ങളോളം അനുമതി കാത്ത് ചർച്ചിൻ്റെ പുറത്ത് നിന്നു. നിരാശനായി ദുഃഖഭാരത്തോടെ ചർച്ചിന് പുറത്ത് ദിവസങ്ങളോളം കാത്തു നിന്ന ആ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ സ്റ്റാച്ചുവിനോട് പരാതിപ്പെട്ടു: പ്രിയപ്പെട്ട ജീസസ്, ഞാൻ എത്രയോ കാലമായി ചർച്ചിനുള്ളിൽ പ്രവേശനാനുമതി കാത്തു കഴിയുകയാണ്. എങ്ങനെയെങ്കിലും ആ ദേവാലയത്തിൽ പ്രവേശിക്കണം. എന്നെ അവർ പുറത്തു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ജീസസ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ: കാത്തലിക് ചർച്ച് സഭ എന്നെ എത്രയോ കാലമായി പുറത്തു നിർത്തിയിരിക്കുന്നു. സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട 13 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയുടെ കൂടെ നിന്ന് ചോദിക്കട്ടെ, ആരാണ് യഥാർത്ഥത്തിൽ ചിൽഡ്രൻ ഓഫ് ഗോഡ്? ബൈബിൾ പറയുന്ന ദൈവത്തിൻ്റെ മക്കൾ ആരാണ്? മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.